الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ ഉസൂൽ സലാസ എന്ന ഈ ഗ്രന്ഥത്തിലൂടെ അടിസ്ഥാനപരമായ 3 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ആണ് സംസാരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ അസ്ലിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ സംസാരിച്ചു വന്നത്. ഒരടിമ അവൻ്റെ റബ്ബിനെ മനസ്സിലാക്കുക, അറിയുക എന്നതാണ് ഒന്നാമത്തെ അസ്ല്. റബ്ബാരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. റബ്ബ് മാത്രമായിരിക്കണം ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവൻ. അവന് മാത്രമേ ഇബാദത്ത് ചെയ്യപ്പെടാനുള്ളതായ അർഹതയുള്ളൂ. ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമാണ് എന്നിരിക്കെ ഇബാദത്ത് എന്താണെന്നും അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മുസന്നിഫ് റഹിമഹുല്ലാ പറയുകയാണ് ചെയ്തത്. ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അതിൽ ശേഷം ചില ഇബാദത്തുകൾക്ക് ഉദാഹരണമാണ് പറഞ്ഞത്. അതിൽ ദുആഇനെ സംബന്ധിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ ഖൗഫിനെ സംബന്ധിച്ചുമാണ് സംസാരിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുള്ളത് റജാഇനെ സംബന്ധിച്ചാണ്. റജാഉം ഒരു ഇബാദത്താണ്. അപ്പോൾ വദലീലുർ റജാഇ ഖൗലുഹു തആല. അപ്പോൾ റജാ അള്ളാഹുവിന് അർപ്പിക്കേണ്ട ഇബാദത്താണ് എന്നുള്ളതിനുള്ള തെളിവ് എന്താണ് എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ വാക്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആരെങ്കിലും തൻ്റെ റബ്ബുമായുള്ള ലിഖാഇനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, റബ്ബുമായിട്ടുള്ളതായ ലിഖാ, അവനെ കണ്ടുമുട്ടണം എന്നുള്ളതായ ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ആരെയും അവൻ എന്ത് ചെയ്യരുത്, പങ്കു ചേർക്കരുത്. അള്ളാഹുവിന് മാത്രമായിരിക്കണം ഇബാദത്ത്. അപ്പോൾ ഈ പറയുന്ന റജാ എന്നുള്ളതും എന്താണ്, ഒരു ഇബാദത്താണ്. റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളതായ ഒരു പ്രതീക്ഷ, ആഗ്രഹം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ഹദീസുകളിലെല്ലാം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹുവിനെ, അവൻ്റെ വജ്ഹ് കാണാൻ ഉള്ളതായ ഷൗക്ക് ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാൾക്ക് മരണത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം
അള്ളാഹുവിനെ കാണലാണ്, അവൻ്റെ വജ്ഹ് കാണലാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അതിശക്തമായി ആഗ്രഹിക്കുക, അതിനാണ് ഷൗക്ക് എന്ന് പറയുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ അറിയലുമാണെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ. ഒരാൾക്ക് ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ അറിയലാണ്. ആഖിറത്തിൽ മരണത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റജാ മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് എന്താണ്? ഇബാദത്താണ്. റജാ എന്താണെന്ന് വെച്ചാൽ അതിന്റെ നിർവചനമായി ഷെയ്ഖ് ഹൈസം സർഹാൻ ഹഫിളഹുല്ലാ ഇവിടെ നൽകുന്നത് ഇപ്രകാരമാണ്: ത്വമഉൽ ഇൻസാനി ഫി അംരിൻ, ഒരു കാര്യം ലഭിക്കാനുള്ള ഒരു മനുഷ്യന്റെ ആശ്രയാണ്, ആഗ്രഹമാണ്. അത് എങ്ങനെയുള്ള കാര്യമാണ്? ഫി അംരിൻ ഖരീബിൽ മനൽ, അതായത് തൊട്ടുടനെ വളരെ അടുത്ത കാലത്ത് തനിക്ക് ലഭിക്കും, വലിയ ദൂരമില്ലാതെ പെട്ടെന്ന് ലഭിക്കാൻ പോകുന്നതായ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നതിനാണ് എന്ത് പറയുക? റജ എന്ന് പറയുക. വഖദ് യകൂനു ഫി ബഈദിൽ മലാൽ, ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, അത് വിദൂരതയിൽ ലഭിക്കുമെന്നുള്ളതായ കാര്യത്തെ സംബന്ധിച്ചുള്ള ആഗ്രഹമാകാം. തൻസീലൻ ലഹു മൻസിലത്തൽ ഖരീബ്, അതിനെന്ത് ചെയ്തിരിക്കുന്നു? അടുത്ത് പെട്ടെന്ന് ലഭിക്കുമെന്നുള്ള ആഗ്രഹത്തിൽ അതിനെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആഗ്രഹത്തിനും എന്ത് പറയാം? റജാ എന്ന് പറയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നതിനാണ് റജാ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എപ്പോഴും റജാ ഉള്ളവനായിരിക്കണം. അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതും, അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ പാപമോചനം, മഗ്ഫിറത്ത്, മർഹമത്ത്, റഹ്മത്ത് ലഭിക്കും എന്നുള്ളതെല്ലാം ഒരാളുടെ പ്രതീക്ഷയായിരിക്കണം, ആഗ്രഹമായിരിക്കണം. ഇതൊരാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ യഥാർത്ഥത്തിലുള്ള പ്രതീക്ഷയാകണമെങ്കിൽ എന്താണ് വേണ്ടത്? അതിനെ ഇപ്രകാരമാണ് ശാരിഹ് വിവരിക്കുന്നത്: വറജാഉൽ മുതദമ്മിനു ലിദ്ദുല്ലി വൽ ഖുദൂഇ ലാ യകൂനു ഇല്ലാ ലില്ലാഹി സുബ്ഹാനഹു വതആല. ഈ പറയുന്ന റജാ ഇബാദത്തായി മാറുന്നത് അത് എപ്പോഴാണെന്ന് വെച്ചാൽ ദുല്ലും ഖുദൂഉം ഉൾക്കൊള്ളുന്നതായ റജാ, ഒരു നിന്ദ്യ മനോഭാവവും അല്ലെങ്കിൽ എന്താണ് താഴ്മ, വിനയം, ഇത് ഉൾക്കൊള്ളുന്നതായ പ്രതീക്ഷ. ഇത് ലാ യകൂനു ഇല്ലാ ലില്ലാഹി സുബ്ഹാനഹു വതആല. ഇത് ആരോടെ മാത്രമേ ഉണ്ടാവൂ? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമേ ഉണ്ടാകാവൂ. നല്ല സ്നേഹത്തോടെ, അതെങ്കിൽ അതുപോലെ തന്നെ വിനയത്തോടെ, വിനയവും സ്നേഹവും പ്രകടനവും, അതായത് താഴ്മ പ്രകടിപ്പിക്കലും സ്നേഹവും എവിടെയുണ്ടോ അവിടെ ഇബാദത്ത് ഉണ്ടാവുന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇബാദത്തായി ഒരു കാര്യം മാറുന്നതിനെ നിർവചിച്ച അങ്ങനെയാണ്: ഒരാള് മറ്റൊരാളോട് സ്നേഹമുണ്ട്, സ്നേഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അവിടെ ഒരു അങ്ങേയറ്റത്തെ താഴ്മയും കാണിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്? അത് അള്ളാഹുവിനോട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഖുദൂഉം ദുല്ലും ഉൾക്കൊള്ളുന്നതായ റജ ആരോടെ പാടുള്ളൂ? അള്ളാഹുവിനോടെ പാടുള്ളൂ. ലാ യകൂനു ഇല്ലാ ലില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിനല്ലാതെ അത് സമർപ്പിക്കാൻ പാടില്ല. വസർഫുഹു ലിഗൈരില്ലാഹി സുബ്ഹാനഹു വതആല ശിർക്കുൻ അക്ബർ, അത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ എന്താവും? അത് വലിയ ശിർക്കായി മാറുന്നതാണ്. അതിനുശേഷം റജാഇനെ രണ്ട് ഇനമായിട്ട് ശാരിഹ് തിരിക്കുന്നുണ്ട്. അതായത് മഹ്മൂദായ റജാ, അതായത് പ്രശംസനീയമായ നല്ല പ്രതീക്ഷ വയ്ക്കലുണ്ട്. അതേപോലെ തന്നെ മദ്മൂമായതുണ്ട്, ആക്ഷേപാർഹമായതുണ്ട്. മഹ്മൂദായ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടുന്ന പ്രതീക്ഷ വെക്കുക എന്ന് പറഞ്ഞാൽ ലാ യകൂനു ഇല്ലാ ലിമൻ അമില ബിത്വാഅത്തില്ലാ വറജാ സവാബഹ ഔ താബ മിൻ മഅസിയതിഹി വറജാ ഖബൂല തൗബതി. ഇങ്ങനെയുള്ളവർക്ക് സാധിക്കുള്ളൂ. അതായത് ഒരാൾ അള്ളാഹു എനിക്ക് പുറത്തു തരും, അള്ളാഹു എനിക്ക് കാരുണ്യമേകും, അള്ളാഹു എനിക്ക് സ്വർഗം നൽകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രതീക്ഷ വിലപ്പോകണമെങ്കിൽ, അതല്ലെങ്കിൽ അത് പ്രശംസിക്കപ്പെട്ടതാകണമെങ്കിൽ എന്ത് വേണ്ടതുണ്ട്? അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാകണം. അള്ളാഹുവിനെ അനുസരിക്കുന്നതിനോട് കൂടെ എന്ത് ചെയ്യുക? അതിനുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുക. നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മറ്റു കർമ്മങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു? ഈട്ടുന്നു, നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനുള്ള പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് സ്തുത്യർഹമായ പ്രതീക്ഷ. അല്ലെങ്കിൽ ഒരാൾ പാപം ചെയ്തവനാണ്, പാപത്തിൽ നിന്ന് അവൻ തൗബ ചെയ്ത് മടങ്ങിയതിന് ശേഷം അവൻ ആഗ്രഹിക്കുന്നു അള്ളാഹു എൻ്റെ തൗബ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷ വയ്ക്കുന്നു. ഇതാണ് മഹ്മൂദായ പ്രതീക്ഷ. നേരെ മറിച്ച്
വഅമ്മ റജാഉ ബിലാ അമലിൻ ഫഹുവ ഗുറൂറുൻ വതമന്നിൻ മദ്മൂമുൻ. അമലുകളൊന്നും ചെയ്യാതെ കേവലം പ്രതീക്ഷ മാത്രമേ അവന്റെ മനസ്സിലുള്ളൂ. അവൻ അള്ളാഹു റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ ഗഫൂറാണ്, ധാരാളം പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് ചെറിയ പാപങ്ങളൊന്നും ചെയ്താലൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അമലുകൾ അങ്ങനെ കൃത്യമായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ചില ആളുകൾ ഇങ്ങനെ പറയും. അപ്പോൾ ഇത് ഇർജാഇന്റെ ആളുകൾ പ്രധാനമായിട്ടും അങ്ങനെയാണ്. അവർക്ക് ഈമാൻ എന്ന് പറഞ്ഞാൽ എവിടെയുള്ളൂ, വാക്കുകൊണ്ട് പറഞ്ഞത് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മതി, പിന്നെ എന്തുമാകാമെന്നുള്ള പ്രതീക്ഷ. അപ്പൊ ഈ പ്രതീക്ഷ എന്തല്ല, അത് മഹ്മൂദല്ല, അത് മദ്മൂമായ തമന്നാണ്. തമന്ന് എന്ന് പറഞ്ഞാൽ വ്യാമോഹമാണ്, കിട്ടും എന്താണ് വെറുതെ മോഹിക്കൽ മാത്രമാണ്, അത് ലഭിക്കണമെന്നില്ല. അതേപോലെ ഉറൂറാണത്, ചതിയാണ്, വഞ്ചനയിൽ അകപ്പെട്ടു പോകലാണ്. ആ രീതിൻ്റെ, അതായത് പറഞ്ഞ മുർജിയാക്കളുടെ രീതി പിന്തുടരുന്നവരാണ് അവരെല്ലാം. അപ്പൊ ഇത് യഥാർത്ഥത്തിലുള്ള പ്രതീക്ഷയല്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? പണിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രതിഫലം കാക്ഷിക്കുക, അല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുക, എന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമെന്ന് എന്ത് ചെയ്യുക? പ്രതീക്ഷിക്കുക. ഇതിനാണ് ശരിയായ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്തതായി മുസന്നിഫ് റഹ്മഹുല്ലാ കൊണ്ടുവരുന്നു വദലീലു തവക്കുലി ഖൗലുഹു തആല. തവക്കുൽ എന്നുള്ളതും അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ഇബാദത്താണ്. അതിനുള്ള ദലീൽ എന്താണ് എന്നാണ് പറയുന്നത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അതിന് ഭാഷയിൽ അതിൻ്റെ അർത്ഥം അത്തവക്കുലു അല ശൈഇ ഹുവൽ ഇഅ്തിമാദു അലൈഹി. ഒരു കാര്യത്തെ തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നിൻ്റെ മേൽ അവലംബിക്കുക, അതിനെ ആശ്രയിക്കുക, അതിനാണ് എന്തെന്ന് പറയുക? തവക്കുലാക്കുക എന്ന് പറയുന്നത്. എന്നാൽ ശരീഅത്തിന്റെ ഭാഷയിൽ എന്താണ് തവക്കുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഹുവ സുദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹി മഅ സിഖതി ബിഹി വൽ അഖ്ദ് ബിൽ അസ്ബാബിൽ മശ്റൂഅ. മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ശരീഅത്തിന്റെ ഭാഷയിൽ ഒരാൾ അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അർത്ഥം? അതിൽ ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, സുദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹ്, സത്യസന്ധതയാണ്. സത്യസന്ധമായിട്ടായിരിക്കണം അവൻ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടത്. അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് സത്യസന്ധമായിട്ടായിരിക്കണം, വ്യാജമായിട്ട് പറയലാകാൻ പാടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എന്ത് ചെയ്തിരിക്കുന്നു, ഹജ്ജിന് വേണ്ടി വന്നിരിക്കുന്ന ചില ആളുകൾ അവരെന്ത് ചെയ്തിട്ടില്ല, യാത്രാ വിഭവങ്ങളൊന്നുമില്ല, എന്നിട്ട് കൈവഴി വന്നിരിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും എന്താണ്, ഞങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയവരാണ്. അപ്പൊ അത് യഥാർത്ഥത്തിലുള്ള തവക്കുലല്ല, മുതവാക്കിലീങ്ങളാണ്, ഞങ്ങൾ തവക്കുലാക്കുന്നു എന്ന് അഭിനയിക്കുന്നവരാണവർ. യഥാർത്ഥത്തിൽ അവരെന്തല്ല, സത്യസന്ധമായ തവക്കുല് ചെയ്യുന്ന ആളുകൾ അങ്ങനെയല്ല ചെയ്യുക. അപ്പൊ സത്യസന്ധമായിരിക്കണം എന്ത്? അള്ളാഹുവിൽ ആശ്രയിക്കുക എന്നുള്ളത്. അതേപോലെ രണ്ടാമത് പറഞ്ഞത് ഹുവ സുദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹി മഅ സിഖതി ബിഹി. നല്ല ഉറച്ച വിശ്വാസവും വേണം, നല്ല ഉറച്ച സിഖത്ത് വേണം. അതായത് അള്ളാഹു എന്ത് ചെയ്യും, അതെനിക്ക് നടപ്പിലാക്കി തരും. ഞാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അള്ളാഹു വാക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യും, നടപ്പിലാക്കി തരുമെന്ന് ഉറച്ച വിശ്വാസം, സിഖത്ത് എന്ത് ചെയ്യണം, ആ വിഷയത്തിലുണ്ടാകും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് വൽ അഖ്ദ് ബിൽ അസ്ബാബിൽ മശ്റൂഅ. ആ കാര്യം സാധിക്കാൻ ഏതൊരു കാര്യത്തെയാണോ കാരണത്തെയാണോ അള്ളാഹു നിയമമാക്കിയത് അതെന്ത് ചെയ്യണം, പ്രവർത്തിക്കുകയും ചെയ്യും. ഒരാൾക്ക് വിശപ്പ് മാറണം, ഭക്ഷണം കഴിക്കണം. ഒരാൾക്ക് സന്താനങ്ങൾ ഉണ്ടാകണം, വിവാഹം കഴിക്കണം, ഭാര്യയുമായി ബന്ധപ്പെടണം. ഇങ്ങനെ എന്താണോ, ഒരാൾക്ക് രോഗത്തിന് ശിഫ ലഭിക്കണം, എന്നാൽ എന്ത് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പറയപ്പെട്ടിരിക്കുന്ന ചികിത്സകൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക, ഒന്നുകിൽ റുഖ്യ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചികിത്സകൾ തേടുക. എന്നിട്ട് അള്ളാഹുവിൽ എന്ത് ചെയ്യുക, സത്യസന്ധമായി ഭരമേൽപ്പിക്കുകയും അള്ളാഹു എനിക്ക് എന്ത് ചെയ്യും, വീട്ടിൽ തരും എന്നുള്ളതായ ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്യുക. ഈ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ എന്താവും, യഥാർത്ഥത്തിലുള്ള തവക്കുലാവുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള തവക്കുൽ, അള്ളാഹുവിനാണ് ഒരാൾ തവക്കുൽ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ മേലായിരിക്കണം ഒരാൾ ഈ രീതിയിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. അള്ളാഹുവാണ് എൻ്റെ കാര്യങ്ങൾ നടത്തി തരിക എന്നെന്ത് ചെയ്യണം, ഉറച്ച വിശ്വാസം അവനുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ സത്യസന്ധമായിരിക്കണം അവന്റെ ഈ പറയുന്ന ആശ്രയം. അവൻ അള്ളാഹുൽ അവലംബിക്കുന്നത് സത്യസന്ധമായിരിക്കണം. എന്താണോ ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിയമപരമായി പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, സബബ്, അതിലെന്ത് ചെയ്യണം, ഏർപ്പെടുകയും ചെയ്യണം. അതല്ലാതെ എന്ത് ചെയ്യുന്നു, പാറയുടെ മുകളിൽ കൊണ്ടുപോയി വിത്തിടുക, എന്നിട്ട് ഞാൻ അള്ളാഹുവിൽ
ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തല്ല, അത് യഥാർത്ഥത്തിലുള്ള ഭരമേൽപ്പിക്കലല്ല. ചെയ്യേണ്ട കാര്യം വൃത്തിയായിട്ട് ചെയ്യുക. നല്ല മണ്ണിൽ അതിനെ എന്ത് ചെയ്യുക, കിളച്ചു മറിച്ച് ഇളക്കി അതിൽ വിത്തിട്ട് അതിന് വെള്ളം കൊടുത്ത് വളം ചെയ്ത് അതിനെ പരിപാലിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹു എനിക്ക് എന്ത് ചെയ്യും, നല്ല വെള്ളം നൽകും എന്നുള്ളതായ പ്രതീക്ഷയും വച്ചു പുലർത്തുക. അങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇതിനാണെന്ന് പറയുന്നത് തവക്കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും തവക്കുലാക്കേണ്ട പ്രകാരം തവക്കുലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പക്ഷികൾക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ കൊടുക്കും. പക്ഷികൾ എന്താണ് ചെയ്യുന്നത്, അവർ ഒട്ടിയ വയറുമായി പ്രഭാതത്തിൽ എന്ത് ചെയ്യാണ്, പുറപ്പെടുകയാണ്. ഒട്ടിയ വയറുമായി അവർ അവരുടെ കൂടിനുള്ളിൽ ഇരിക്കുകയല്ല. ഞാൻ എന്നിട്ട് അള്ളാഹു തവക്കുലാക്കി എന്ന് പറയലല്ല. എന്ത് ചെയ്യുന്നു, അവർ പ്രഭാതത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ്, ഭക്ഷണത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിസ്ക് കൊടുക്കുകയാണ്. നേരെ മറിച്ച് വെറുതെ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ തവക്കുലാക്കി എന്ന് പറഞ്ഞാൽ എന്തല്ല, അതല്ല യഥാർത്ഥത്തിലുള്ള തവക്കുൽ. അപ്പൊ ഇങ്ങനെ ഉറച്ച വിശ്വാസത്തോടെ സത്യസന്ധമായി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ എന്ത് ചെയ്യുക, അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ത് ചെയ്യുക, ഹൃദയം ബന്ധിപ്പിക്കേണ്ടത് എവിടെയായിരിക്കണം, അള്ളാഹുവിലായിരിക്കണം. ഹൃദയവുമായുള്ള ബന്ധം സ്ഥാപിക്കേണ്ടത് അള്ളാഹുവിലാണ്. ഈ നമ്മൾ ചെയ്യുന്ന സബബിലാകാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനിത് ചെയ്താൽ കാര്യങ്ങൾ നടക്കും, എനിക്ക് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കും, അതിൻ്റെ മേലായിരിക്കാൻ പാടില്ല എന്ത്, ഹൃദയം ബന്ധിപ്പിക്കപ്പെടേണ്ടത്. ഹൃദയം ബന്ധിപ്പിക്കപ്പെടേണ്ടത് എവിടെയായിരിക്കണം, അള്ളാഹുവിങ്കലായിരിക്കണം. എന്താണ് തവക്കുൽ അള്ളാഹുവിന് അർപ്പിക്കണം എന്നുള്ളതിനുള്ള തെളിവ്? ഇത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്നുള്ളതിനുള്ള തെളിവ് അള്ളാഹ് പറഞ്ഞു, വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. അള്ളാഹുവിന്റെ മേൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക, നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളാണ് എങ്കിൽ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, തവക്കുൽ ചെയ്യണം അള്ളാഹുവിങ്കൽ. ഇത് കൽപ്പനയാണ്, അതൊരു ഇബാദത്താണ്. മറ്റൊരായത്തിൽ കാണാം, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ആരാണോ അള്ളാഹുവിങ്കൽ അള്ളാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്യുന്നത്, അവൻ അള്ളാഹു മതിയാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അവന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നടത്തി കൊടുക്കും. അള്ളാഹു അവന് കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും, മതിയായി തീരുന്നവനാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു വായനയിൽ ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ദഅവത്ത് വളരെ വ്യാപിപ്പിച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്തു, അവിടെയുള്ള ഉസ്മാൻ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന ഹാക്കിം, അദ്ദേഹം ആദ്യത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അവിടെ ഖാദിയായി നിയമിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുബ്ബ തകർത്തു. ഭരണാധികാരിയുടെ അനുമതിയോടെ ഭരണാധികാരി നിയമിച്ചതായ സൈനികരുടെ കൂടെ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു മഖബറ തകർത്ത് കളഞ്ഞു. അതായത് ഒരു ഇബാദത്ത് ചെയ്യപ്പെടുന്നതായ ഒരു ബിംബം. അതേപോലെ തന്നെ ഒരു സ്ത്രീ, വ്യഭിചാരിയായ സ്ത്രീ ഖാദിയായി നിയമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്തു, ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ശൈഖ് അവറുകൾ എന്ത് ചെയ്തു, ശിക്ഷ നടപ്പിലാക്കി. അന്വേഷണങ്ങൾക്ക് ശേഷം ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ എന്ത് ചെയ്തു, വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഈ പറയുന്ന നാട്ടിലെ ഉയൈന എന്ന് പറയുന്ന നാട്ടിലെ ഭരണാധികാരി അഹ്സ എന്ന് പറയുന്ന നാട്ടിലെ ഭരണാധികാരിയുടെ കീഴിലുള്ള നാടാണ്. അദ്ദേഹം കത്തെഴുതി, ഉടൻ എന്ത് ചെയ്യണം, ഷേഖിനെ കൊന്നുകളയണം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സഹായങ്ങൾ എന്ത് ചെയ്യും, നിർത്തിക്കളയും, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അത് ഷേഖ് എന്ത് ചെയ്തു, ഷേഖിനോട് അവതരിപ്പിച്ചു. അപ്പോൾ ഷേഖിൻ്റെ അടുക്കൽ പറഞ്ഞു, താങ്കളെ കൊല്ലാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, താങ്കൾ എന്ത് ചെയ്യണം, നാട് വിട്ടു പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭാതത്തിൽ ഇറങ്ങി നടക്കുന്ന ചരിത്രം പറയുന്നുണ്ട്. കാൽനടയായിക്കൊണ്ട്, വാഹനങ്ങളില്ലാതെ, വിഭവങ്ങളില്ലാതെ എന്ത് ചെയ്യാണ്, കാൽനടയായിക്കൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യണത്. ദർഅയ്യയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രയിലുടനീളം അദ്ദേഹം എന്ത് ചെയ്തു, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയാത്തുകൾ പാരായണം ചെയ്തതാണ്. അതുപോലെ തഖ്വ മുറുകെ പിടിക്കുകയാണെങ്കിൽ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും തഖ്വ മുറുകെ പിടിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും, അവന്റെ കാര്യങ്ങൾക്ക് പോംവഴി കാണിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്തതാണ്. വൈകുന്നേരം എത്തിയപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ദറയ്യയിലെത്തി ഒരു ശിഷ്യന്റെ വീട്ടിൽ കയറി. അവിടെ മുതലാണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ. എന്നാൽ ലോകത്ത് മുഴുവൻ മാറ്റം സംഭവിക്കുന്നത് അങ്ങനെയാണ്. അവിടെ എന്ത് ചെയ്തു,
മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ല അദ്ദേഹത്തെ ഏറ്റെടുക്കുകയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു ബൈഅത്ത് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഇമാറത്തും ഇദ്ദേഹത്തിൻ്റെ ദഅവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ലോകം ഇരുളിൽ നിന്ന്, തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാൻ പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? തൗഹീദിലേക്ക് വിളിക്കുകയും അങ്ങനെ അള്ളാഹു വലിയ സഹായം ചെയ്തു കൊടുത്തു, വലിയ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തു. സുശക്തമായ ഒരു രാജ്യം അള്ളാഹു എന്ത് ചെയ്തു? അവർക്ക് നൽകി. അപ്പോൾ കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിച്ച് ചെയ്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ റിസൾട്ട് അങ്ങനെയാണ്. മാത്രമല്ല നിരന്തരം ദുആ ചെയ്യുമായിരുന്നു എന്നാണ് ഷേഖ് അവറുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഉറച്ച വിശ്വാസത്തോടെ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അടുത്ത ഇബാദത്തായിട്ട് മുസന്നിഫ് റഹ്മഹുല്ലാഹ് ഇവിടെ പറയുന്നത് വദലീലുർ റഗ്ബത്തി വറഹ്ബത്തി വൽ ഖുശൂഇ ഖൗലുഹു തആല. റഗ്ബത്ത്, റഹ്ബത്ത്, ഖുശൂഅ് ഇവ മൂന്നും അള്ളാഹുവിന് അർപ്പിക്കേണ്ട ഇബാദത്തുകളാണ്. അതിനുള്ള തെളിവ് എന്താണ് എന്നുള്ളതാണ്. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ മഹബ്ബത്തുൽ വുസൂലി ഇല ഷൈഇൽ മഹബൂബ്, മഹബൂബിലേക്ക്, സ്നേഹിതനിലേക്ക് എന്താണ്? എത്തിച്ചേരാനുള്ളതായ ആഗ്രഹം, ഇഷ്ടം. അതിനാണ് എന്ന് പറയുന്നത് റഗ്ബത്ത് എന്ന് പറയുന്നത്. അവൻ്റെ സ്നേഹിതനിലേക്ക്, അവൻ ഇഷ്ടപ്പെടുന്ന വസ്തുവിലേക്ക് എന്ത് ചെയ്യുക? എത്തിച്ചേരുക, അവനെ പ്രാപിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിനാണ് റഗ്ബത്ത് എന്ന് പറയുന്നത്. റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖൗഫ്, അതെന്താണ്? ഭയമാണ്. ആ ഭയത്തിന്റെ പ്രത്യേകത എന്താണ്? അൽ മുസ്മിറു ലിൽ ഹറബി മിനൽ മഖൂഫി ഫഹിയ ഖൗഫുൻ മഖ്റൂനുൻ ബിഅമലിൻ. അതായത് പേടിക്കുന്ന ഏതൊന്നിനെയാണോ പേടിക്കുന്നത് അതിൽ നിന്ന് ഓടിയകലാനുള്ളതായ പ്രേരണ ഉണ്ടാക്കുന്ന ഭയം. അതിനാണ് ഇത് പറയുന്നത് റഹ്ബത്ത് എന്ന് പറയുന്നത്. അതായത് അമലുണ്ട്, ഒരു പ്രവൃത്തിയോട് യോജിച്ചിരിക്കുന്നതായ ഭയം. കേവലം പേടി മാത്രമല്ല, പേടിയോടുകൂടെ എന്ത് ചെയ്യുന്നു? ഒരു അമലും ഉണ്ടാകും. അങ്ങനെയുള്ള ഭയത്തിനാണ് എന്ത് പറഞ്ഞത്? ഖുശൂഅ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് പേടിക്കുന്നു, എന്നിട്ട് ആ ശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഓടിയകലുന്നു. അതിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. ഖുശൂഅ് എന്ന് പറഞ്ഞാൽ അദ്ദുല്ലു വത്തതാമുനു ലിഅദമത്തില്ല, അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ, എന്നിട്ട് അതിന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുന്നു, വിനയം കാണിക്കുന്നു. അതിനാണെന്ന് പറയുന്നത് ഖുശൂഅ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബിഹൈസു യസ്തസ്ലിമു ലിഖളാഇഹി അൽ കൗനി വശർഇ, അള്ളാഹുവിന്റെ കൗനിയും അതേപോലെ തന്നെ ശർഇയുമായ തീരുമാനങ്ങൾക്ക് അവൻ സർവാത്മന എന്ത് ചെയ്യുന്നു? വഴിപ്പെടുന്നു, കീഴ്പ്പെടുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ അദമത്ത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? വിനയം പ്രകടിപ്പിക്കുന്നു. ഇതിനാണ് ഖുശൂ എന്ന് പറഞ്ഞത്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ പേടിക്കുന്നവരായിരിക്കും, അറിവുള്ളവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൽമ, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, മനസ്സിലാക്കുക. അങ്ങനെ അറിഞ്ഞ് പേടിക്കുന്നതിനാണെന്ന് പറയുന്നത് ഖുശൂ എന്ന് പറയുന്നത്. അറിഞ്ഞ് ഉണ്ടാകുന്നതായ ഒരു ഭക്തി, അതിനാണെന്ന് പറയുക ഖുശൂ എന്ന് പറയുന്നത്. ഇത് എന്താണ്? അതുപോലെ ഖശിയത്ത്, ഖശിയത്തിനാണ്ടോ ഈ പറയുന്ന ഭയം എന്നുള്ള അർത്ഥം. ഇതെന്താണ്? കേവലം ഓഫായി പോയല്ലോ. ഓക്കെ, ഇത് എന്ത് ചെയ്യലാണ്? ഭക്തി പ്രകടിപ്പിക്കലാണ്. എന്തിനോടുകൂടെ? അള്ളാഹുവിന്റെ അദമത്ത് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ മുന്നിൽ ദുല്ല് കാണിക്കുക, താഴ്മയും വിനയം പ്രകടിപ്പിക്കുക. അതിനാണ് ഖുശൂ എന്ന് പറയുന്നത്. അള്ളാഹു എന്ത് തീരുമാനം എടുക്കുന്നു അതിന് എന്താണ്? ഞാൻ അനുസരിക്കാൻ സന്നദ്ധനാണ് എന്നുള്ള രീതിയിലുള്ളതായ ഭക്തി പ്രകടനം. ഇതിനാണ് ഖുശൂ എന്ന് പറയുന്നത്. ഇവിടെ ഇതിന് വിശദീകരിക്കുന്നിടത്ത് ഷാരിഹ് ഹഫിദഹുല്ലാഹ് ഇങ്ങനെ പറയുന്നത് കാണാം. അസ്സായിറു ഇലല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾ ലാ ബുദ്ദ അൻ യജ്മഅ ബൈനൽ ഖൗഫി വറജാഇ, ഖൗഫും റജാഇനെയും അവൻ എന്ത് ചെയ്യുക? ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൂടാതെ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. ലാ യുഗല്ലിബു ജാനിബൻ അലാ ജാനിബിൻ,
ഫയഖഅ വയഹ്ലക. ഒരു വശം വേറൊരു വശത്തെ എന്ത് ചെയ്യാൻ പാടില്ല, പരാജയപ്പെടുത്താൻ പാടില്ല. ഒന്ന് വേറൊന്നിനെ അതിജയിക്കാൻ പാടില്ല. പേടി പ്രതീക്ഷയെ എന്ത് ചെയ്യരുത്, തോൽപ്പിക്കരുത്. പ്രതീക്ഷ പേടിയെയും എന്ത് ചെയ്യരുത്, തോൽപ്പിക്കരുത്. രണ്ടും ഒരേപോലെ എന്ത് ചെയ്യണം. ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിലേ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഘട്ടങ്ങളിൽ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചില ഉലമാക്കൾ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്, പേജുകളോളം വിശദീകരിച്ചിട്ടുണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം. ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എന്നാലും എന്ത് ചെയ്യേണ്ടതുണ്ട്, രണ്ടും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, അവൻ ഹലാക്കിൽ വീഴും, നാശമടയും. ഫലാ ബുദ്ദ അൻ യകൂന ഇൻദഹുൽ ഖൗഫ് വറജാഉ കജനാഹൈ അത്വാഇരി. ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ എന്ത് വേണം, ഖൗഫും പേടിയും റജാവും അവനിൽ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ചിറകിന് എന്ത് ചെയ്തു, ബലക്ഷയം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ചിറക് ഒടിഞ്ഞുപോയി, എന്നാൽ എന്ത് പറ്റും, പക്ഷിയുടെ പറക്കാൻ സാധിക്കാതെ വരും. ചിലപ്പോൾ വേട്ടക്കാരെന്ത് ചെയ്യും, അവനെ റാഞ്ചി കൊണ്ടുപോകും. അതേപോലെയാണ് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് കാണാം, അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച ഏത് വിഭാഗത്തെ എടുത്തു നോക്കിയാലും ഇതിലേതെങ്കിലും ഒന്നിൽ നിന്നുണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാകും. ഒന്നുകിൽ പേടിയായിരിക്കും അവർക്ക് കൂടുതൽ. ഖവാരിജി മുഅ്തസിലി ചിന്താഗതിക്കാർക്ക് പേടിയായിരുന്നു കൂടുതൽ. അവർ പ്രതീക്ഷയെ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഒരാൾ ഒരു വൻപാപം ചെയ്താൽ ഉടനെ എന്ത് ചെയ്തു, അവനെ കാഫിറാക്കും. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് രണ്ടു കൂട്ടരും പറയണത്. ഒരു ഭാഗം കാഫിറായി എന്ന് പറയും. അപ്പോൾ അവർക്ക് പേടിയാണ് മികച്ചു നിൽക്കുന്നവരിൽ. അള്ളാഹു പുറത്തു തരും, അവനിലേക്ക് മടങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്, ഈമാന് കുറവേ സംഭവിക്കുകയുള്ളൂ എന്നെന്ത് ചെയ്യില്ല, അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഹലാക്കിലായി. മറ്റൊരു വിഭാഗം പ്രതീക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള എന്ത് ചെയ്തു, പ്രാമുഖ്യം കൊടുത്തു. അവർ പറയുന്നു അള്ളാഹു ധാരാളം പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്, അതുകൊണ്ട് അവൻ പുറത്തു തരും. മുർജി വിഭാഗങ്ങൾ എങ്ങനെയാണ് പഴച്ചുപോയത്, അങ്ങനെയാണ്. അവരെന്ത് ചെയ്തു, അങ്ങനെ അമലുകൾ ചെയ്യുന്നതിനെ തൊട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് അവരെന്ത് ചെയ്തു, പിന്നിലേക്ക് പോയി. പാപങ്ങൾ ചെയ്താലൊന്നും കുഴപ്പമില്ല എന്നുള്ള ധാരണ എന്ത് ചെയ്തു, അവരുടെ ഹൃദയത്തിൽ വന്നു. അവരെന്ത് ചെയ്തു, ഒരു വഴിയോട് പോയി. ഇതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് മഹബത്ത്. ശേഷം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. മഹബത്തും ഇതേപോലെയാണ്. മഹബത്തിന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പക്ഷിയുടെ തലയോടാണ് എന്ത് ചെയ്യണത്, ഉപമിക്കുന്നത്. തലയുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കൂ, ജീവൻ തന്നെ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ കഥ തന്നെ എന്ത് ചെയ്യും, കഴിഞ്ഞു പോകും. സ്നേഹമാണ് എന്ത് ചെയ്യുക, ഒരാളെ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കാൻ എന്ത് ചെയ്യുക എന്നല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, ഏതൊരു മനുഷ്യന്റെയും ഏതൊരു പ്രവർത്തിക്കും പിന്നിൽ എന്താണ്, സ്നേഹമാണ്. സ്നേഹമില്ലാതെ ഒരു മനുഷ്യന് ചലിക്കാൻ എന്ത് ചെയ്യൂല, സാധിക്കുകയില്ല. സ്നേഹമാണ് ഒരു മനുഷ്യനെ പണിയെടുപ്പിക്കുന്നത്. അത് ശിർക്ക് ചെയ്യണാണെങ്കിലും അങ്ങനെ തന്നെ. ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ ശിർക്ക് ചെയ്യണത് എന്തുകൊണ്ടാണ്, അവനതിനെ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഏത് മനുഷ്യൻ ഏത് പണിയെടുക്കുന്നുണ്ടോ, സ്നേഹമാണ് അവനെന്തിലേക്ക് നീങ്ങുന്നത്, അതിലേക്ക് നയിക്കുന്നത്. സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ അള്ളാഹുവിലേക്ക് ഒരാൾക്ക് യഥാവിധം സഞ്ചരിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം, സ്നേഹം ഉണ്ടായിത്തീരണം, യഥാവിധം സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെയും സ്വന്തം നഫ്സിനേക്കാൾ അധികം എന്ത് ചെയ്യണം, സ്നേഹിച്ചാലേ ഒരാൾ എന്താവും, മുഅ്മിനാവും. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച അള്ളാഹുവിനെ ഒരാൾ എത്ര അധികം സ്നേഹിക്കണം, അള്ളാഹുവിനെ അതിനേക്കാൾ അധികം എന്ത് ചെയ്യണം, സ്നേഹിക്കണം. എന്നാലേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യഥാവിധം സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇരുവശങ്ങളിലുള്ള ചിറകാണെന്ത്, ഖൗഫും റജാവും. ഇതും എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിപാലിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുശേഷം മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, വദലീലുൽ ഖശ്യ, ഖശ്യത്തിനുള്ളതായ തെളിവ്. ഖശ്യത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിയൽ ഖൗഫുൽ മബ്നിയു അലൽ ഇൽമി, ഇൽമിന്റെ മേൽ നിർമ്മിക്കപ്പെട്ടതായ ഭയം. അതാണ് ഖശ്യത്ത് എന്ന് പറയുന്നത്. ബിഅളമതി മൻ യഖ്ഷാഹു വകമാലി സുൽത്താനി, അവൻ ആരെയാണോ പേടിക്കുന്നത് ആ പേടിക്കുന്നവനോടുള്ള ബഹുമാനം മുൻനിർത്തിക്കൊണ്ട് അവന്റെ മഹത്വം അവൻ മനസ്സിലാക്കുന്നു, അവന്റെ അളമത്ത് തിരിച്ചറിയുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അള്ളാഹുവിന്റെ മനസ്സിലുള്ളത് അറിയുന്നവനാണ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, അവൻ പൊറുക്കുന്നവനാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഗുണങ്ങളും വിശേഷണങ്ങളും എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരാൾ, അപ്പൊ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിൽ ഉണ്ടാകുന്നതായ പേടി, അതാണിത് ഈ പറയുന്ന ഖശ്യത്ത്. അതേപോലെ അവന്റെ അപാരമായ ആധിപത്യം, ഇതിനെ കുറിച്ചൊക്കെ ഒരാൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നതായ എന്താണ്,
പേടിക്ക് പറയുന്നതാണ് ഖശ്യത്ത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്താണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. അറിവുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? അള്ളാഹുവിനെ യഥാവിധം പേടിക്കാൻ സാധിക്കുകയുള്ളൂ. അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പേടിക്കാണ് ഖശ്യത്ത് എന്ന് പറയുന്നത്. ഇത് ഇബാദത്താണെന്ന് പറയാനുള്ള തെളിവ് എന്താണ്? അള്ളാഹു പറയുന്നു, ഫലാ തഖ്ശൗഹും വഖ്ശൗനി, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അവരെ പേടിക്കേണ്ടതില്ല. ഷൈത്വാനെയും അവന്റെ സൈന്യത്തെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ടതില്ല, എന്നെ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഭയപ്പെടേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അടുത്തത് അൽ ഇനാബ, ഇനാബത്താണ്. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അർറുജൂഉ ഇലല്ലാഹി തആല, അള്ളാഹു തആലയിലേക്കുള്ള മടക്കത്തിനാണെന്ന് പറയുന്നത് ഇനാബത്ത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക? ബിൽ ഖിയാമി ബിത്വാഅതിഹി വജ്തിനാബി മഅസിയതിഹി, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിലൂടെ, അവൻ വിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ വെടിയുന്നതിലൂടെ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഒരാൾ നന്മ ചെയ്യാത്തവനാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് എങ്ങനെയാണ്? കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. അല്ലെങ്കിൽ ഒരാൾ തിന്മകൾ ചെയ്യുന്നവനാണ്, അവൻ മടങ്ങുന്നത് എങ്ങനെയാണ്? ഈ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ എന്ത് ചെയ്യുക, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇതിനാണ് അൽ ഇനാബ എന്ന് പറയുന്നത്. വ അനീബു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇർജിഉ എന്നാണ് അർത്ഥം. നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് മടങ്ങൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇത് ഇബാദത്താണെന്ന് പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വ അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ, മടങ്ങിക്കൊള്ളുക, അവന് നിങ്ങൾ കീഴ്പ്പെട്ടുകൊള്ളുക. വഅസ്ലിമൂ ലഹു എന്ന് പറഞ്ഞാൽ ഐ തുസല്ലിം അംറക ലില്ലാഹി സുബ്ഹാനഹു വ തആല, നിന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ ഏൽപ്പിക്കുക. കാരണം ലി അന്നക അബ്ദുൻ, നീ അള്ളാഹുവിന്റെ അടിമയാണ്. വൽ അബ്ദു ലാ ബുദ്ദ അൻ യുസല്ലിം ലിസയ്യിദ്, അടിമ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ഉടമയ്ക്ക് കീഴ്പ്പെട്ടവനാകണം. അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അള്ളാഹുവാണ് സയ്യിദ്, വസ്സയ്യിദു ഹുവല്ലാഹ്, ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സയ്യിദുല്ലാഹ്, അള്ളാഹുവാണ് സയ്യിദ്. അപ്പൊ അള്ളാഹുവിന്റെ അടിമയാണ് നമ്മൾ, അവന്റെ ദാസനാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അവന് സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവനിലേക്ക് മടങ്ങുക. ഇതിനാണ് അൽ ഇനാബ എന്ന് പറയുന്നത്. ഇത് അള്ളാഹുവിന് അർപ്പിക്കേണ്ട ഒരു ഇബാദത്താണ്. അതേപോലെ തന്നെ അടുത്തതായിട്ട് മുസന്നിഫ് കൊണ്ടുവരുന്നതാണ് അൽ ഇസ്തിആന, ഇസ്തിആനത്ത് എന്നുള്ളത്. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഔൻ, സഹായം തേടുന്നതിനാണെന്ന് പറയുക ഇസ്തിആനത്ത് എന്ന് പറയുന്നത്. അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത് എന്താണ്, അതിനുള്ള തെളിവാണ്. അള്ളാഹു നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സഹായങ്ങൾ തേടുന്നു. ഹദീസിൽ കാണാം, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം എന്ത് ചെയ്തോ, സഹായം ചോദിച്ചോ എന്നുള്ളതാണ്. അപ്പോ സഹായതേട്ടവും ഇസ്തിആനത്തും എന്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിന് അർപ്പിക്കേണ്ട ഇബാദത്തിൽപ്പെട്ടതാണ്. ഇവിടെ നസ്തഈനുക എന്നാണ് അറബി ഭാഷയിൽ സാധാരണ എന്ത് ചെയ്യുക, ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എന്നതിന് പറയുക നസ്തഈനുക, അതാണ് ശരിയായ പൊതുവെയുള്ള പ്രയോഗം. അതിന് പൊതുവെയുള്ള പ്രയോഗത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം, ഘടനയിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഉണ്ടാവും, അർത്ഥ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നസ്തഈനുക എന്നതിന് പറയാം, അവസാനത്തെ കാഫ് ഇട്ടിട്ട് എന്ത് ചെയ്തു, ആദ്യം കൊണ്ടുവന്നു. ഇയ്യാക, നിന്നോട്, നസ്തഈൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സഹായം ചോദിക്കുന്നു. സഹായം ചോദിക്കുന്നു നിന്നോട് എന്നുള്ളതാണ് അറബി ഭാഷയുടെ ശൈലി. അതായത് എന്ത് ചെയ്തു, ആദ്യം നിന്നെ മുന്തിച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം നിന്നോട് മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യൂ, സഹായം ചോദിക്കുകയുള്ളൂ എന്നുള്ളതായ അർത്ഥം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ലഭിക്കുന്നുണ്ട്. അതായത് അള്ളാഹു നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, നിന്നോടല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, സഹായം ചോദിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതും എന്താണ്, ഇബാദത്തുകളുടെ ഒരു ഇനമാണ്. മറ്റൊന്ന് വദലീലുൽ ഇസ്തിആദ, ഇസ്തിആദക്കുള്ള തെളിവാണ്. ഇസ്തിആദയും അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഇആദ, രക്ഷ ചോദിക്കുന്നതിനാണെന്ന് പറയുന്നത് ഇസ്തിആദ എന്ന് പറയുന്നത്. വഹിയൽ ഹിമായത്തു മിൻ മക്രൂഹിൻ, പേടിക്കുന്ന ഒരു കാര്യത്തെ തൊട്ട് സംരക്ഷണം ലഭിക്കുക. ഞാനൊരു കാര്യം പേടിക്കുകയാണ്, അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഒരു രക്ഷ വേണം, അത് ചോദിക്കുന്നതിനാണ് ഇസ്തിആദ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ, നബിയെ താങ്കൾ പ്രാർത്ഥിക്കുക. എന്താണ്, അഊദു ബി റബ്ബിൽ ഫലഖ്, ഫലഖിന്റെ, പ്രഭാതത്തിന്റെ, പുലരിയുടെ റബ്ബിനോട് ഞാൻ എന്ത് ചെയ്യുന്നു, രക്ഷ ചോദിക്കുന്നു. അതേപോലെ ഖുൽ അഊദു ബി റബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ എന്ത് ചെയ്യുന്നു, രക്ഷ ചോദിക്കുകയാണ്. അപ്പോൾ ഇസ്തിആദ അതെന്താണ്, അള്ളാഹു അവനോട് നടത്താൻ പറഞ്ഞിരിക്കുന്ന ഒരു ഇബാദത്താണ്.
അങ്ങനെ ഇസ്തിആദ നടത്താൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പൊ അതെന്തായി മാറി? ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് എന്ത് ചെയ്യാവൂ, അർപ്പിക്കാവൂ. മറ്റൊന്നാൽ ഇസ്തിഗാസ, ഇസ്തിഗാസയാണ് മറ്റൊരു ഇബാദത്ത്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി, സഹായം തേടുന്നതിനെയാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അത് വഹുവൽ ഇൻഖാദു മിന ശിദ്ദത്തി വൽ ഹലാക്ക്, സാധാരണ രീതിയിൽ സഹായം ചോദിക്കുന്നതിനല്ല പറയുന്നത്. പിന്നെയോ കഠിനമായ ഏതെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ടു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അപ്പോ ആത്യന്തിക ഘട്ടത്തിൽ എന്ത് ചെയ്യുന്ന ഒരു വിളിക്കുന്ന വിളി, സഹായതേട്ടം, അതിനാണ് എന്ത് പറയുക, ഇസ്തിഗാസ എന്ന് പറയുക. ഇത് ഇബാദത്തായി മാറും. എപ്പോഴാണ്? അള്ളാഹു പറഞ്ഞത് കാണാം, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തതായ സന്ദർഭം. ഫസ്തജാബ ലക്കും, അപ്പൊ എന്ത് ചെയ്തു? അള്ളാഹു നിങ്ങൾക്ക് മറുപടി നൽകി. അപ്പോ ഇത് എന്താണ്? യുദ്ധത്തിന്റെ, ബദർ യുദ്ധത്തിന്റെ സമയത്ത് എന്താണ് സ്വഹാബികൾ എന്ത് ചെയ്തു? വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്താണ്? ദുആ ചെയ്തതാണ്, ഇസ്തിഗാസ നടത്തിയതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതിന് ഉത്തരം നൽകി. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇസ്തിആദയും ഇസ്തിആനയും ഇസ്തിഗാസയും നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ്? ദുആവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. ദുആ ചില സന്ദർഭങ്ങളിൽ, അതായത് തേട്ടം, അത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് നടത്താൻ പറ്റുന്ന ചില ആവശ്യപ്പെടലുകളുണ്ട്, അഭ്യർത്ഥനകളുണ്ട്. ആ അർത്ഥത്തിലുള്ളത് ഇവിടെ എന്താവും? അനുവദനീയമാകും. ഏതുപോലെ? ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള, നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നമുക്ക് ചെയ്തു തരാൻ സാധിക്കുന്ന, അതേപോലെ തന്നെ ആ കാര്യം ഒരു സബബാണ്, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു എന്തായിരിക്കണം? നിയമപരമായ ഒരു കാര്യമായിരിക്കണം, കാരണമായിരിക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരാളോട് സഹായം ചോദിക്കുന്നു. അതെന്തല്ല? ഈ പറയുന്ന ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്നതല്ല. അതല്ല എങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഒരാൾ മരിച്ചവരോടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലില്ലാത്ത ഒരാളോട് അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വേറെ ഘടകങ്ങളൊന്നുമില്ല, അങ്ങനെ എന്ത് ചെയ്യുന്നു? അവനോട് ഈ പറയുന്ന രീതിയിലുള്ള ഇസ്തിആദയോ ഇസ്തിഗാസയോ ഇസ്തിആനയോ ദുആവോ അർപ്പിക്കുന്നു. അതെന്തായി മാറും? ശിർക്കായി മാറും. അതല്ലെങ്കിൽ അത് അവനക്ക് ചെയ്തു തരാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പോ പരിശുദ്ധ ഖുർആനില് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആയത്ത് ഇറക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു? ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കണം. ആർക്കാ സാധിക്കൂ? കൊടുക്കാൻ സാധിക്കുള്ളൂ? അള്ളാഹുവിന് സാധിക്കുള്ളൂ. അള്ളാഹു അല്ല ഹിദായത്തു തൗഫീഖ്. ഹിദായത്ത് രണ്ടിനം ഉണ്ട്. ഒന്നെന്താണ്? ഇതാണ് സത്യമാർഗം എന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതിന് ഹിദായത്തുൽ ഇർഷാദ് എന്നാണ് പറയുന്നത്. അതാർക്ക് സാധിക്കും? നബിമാർക്ക് സാധിക്കും, അല്ലെങ്കിൽ ഉലമാക്കൾക്ക് സാധിക്കും, നന്മ കൊണ്ട് ഉപദേശിക്കുന്ന ആൾക്ക് സാധിക്കും. ഇത് ഈ വഴിയാണ് നിങ്ങൾക്ക് നല്ലത്, ഇതിലൂടെ പോയാലേ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുള്ളൂ. അത് സാധിക്കും. പക്ഷേ ഒരാൾ ഹിദായത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. വേറെ ഒരു മഖ്ലൂക്കിനും സാധിക്കൂല. ഒരു നബിക്കോ അല്ലെങ്കിൽ മലക്കിനോ ആർക്കും സാധിക്കൂല. അതിന് വ്യക്തമായ തെളിവാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സാധിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? അള്ളാഹ് പറയുന്നുണ്ട്, നബി അബൂ ത്വാലിബിന് ഹിദായത്ത് ലഭിക്കാൻ എത്രയാ ആഗ്രഹിച്ചു. മരിക്കുന്ന സമയത്ത് വരെ എന്ത് ചെയ്തു? മുസ്ലിമോടെ കയറി ചെന്നുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബി താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവനെ എന്ത് ചെയ്യുന്നു? ഹിദായത്തിലാക്കുന്നു. അപ്പൊ അത് അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. ഇത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ചില ആളുകൾ പറയില്ലേ, എന്താണ്, ഞങ്ങളുടെ ഷെയ്ഖ്, ഞങ്ങളുടെ ഉസ്താദ് നരകത്തിലാണ്, ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയും ചില ആളുകൾ. എത്ര അബദ്ധമാണെന്ന് വിചാരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കാത്ത കാര്യമാണത്, ഒരാൾ ഹിദായത്തിലാക്കുക എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു? ഉഹദ് യുദ്ധത്തിൽ വലിയ പരിക്കേറ്റു. പല്ലുപൊട്ടി, തല പൊട്ടി, രക്തം വാർന്നു, പ്രയാസങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നവരെ എന്ത് ചെയ്തു? പ്രചരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെതിരിൽ, അതേപോലെ തന്നെ ഹാരിസ് ബിനു അംർ, മൂന്നാളുകളുണ്ട്, ഇവർക്കെതിരെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ലഅൻ അബാ സുഫിയാൻ, അബൂ സുഫിയാനെ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അള്ളാഹു ഉടനെ ആയത്തിറക്കി, ലൈസ ലക മിനൽ അംരി ഷൈഉൻ, നബിയെ കാര്യങ്ങൾ തീരുമാനിക്കാൻ താങ്കൾക്കൊരു അവകാശമില്ല. ആരെ നശിപ്പിക്കണം, ആർക്ക് ഹിദായത്ത് കൊടുക്കണം, ആരെ രക്ഷപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. നബി ആർക്കെതിരെയാണ് ദുആ ചെയ്തത്? ഇവർ മൂന്നാളും ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. അവർ ഇസ്ലാമിന് വലിയ സേവനങ്ങൾ അന്വേഷിച്ചു പിന്നീട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് ലഭിക്കണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിച്ച അബൂ ത്വാലിബ് എന്ത് ചെയ്തു? കാഫിറായി മരിച്ചുപോയി.
അപ്പോൾ അള്ളാഹുവിനാണ് സാധിക്കുള്ളൂ. അത് അള്ളാഹുവിനോടെ ചോദിക്കേണ്ടതുള്ളൂ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് മുഹിദ്ദീൻ ഷെയ്ഖിനോട് ദുആ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ പറഞ്ഞത്, എന്താണ് കുഴപ്പം? മുഹിദ്ദീൻ ഷെയ്ഖ് ഇലാഹല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഹിദായത്ത് ചോദിക്കാം എന്നാണ് എന്ത് ചെയ്തത്? മറുപടി പറഞ്ഞത്. എത്ര ഗുരുതരമായ അവസ്ഥയിലാണ് ജനങ്ങൾ പോകണമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിൽ ഹാജരായ ചെയ്തു തരാൻ സാധിക്കുന്ന ഒരാൾ, അവനോട് എന്ത് ചെയ്യുന്നു? അവനൊരു സബബ് മാത്രമാണ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് അള്ളാഹ് മാത്രമാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അവനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതെന്തല്ല, അത് ശിർക്കല്ല. അതല്ല എങ്കിൽ എന്തായി മാറും? അത് ശിർക്കായി മാറും. ഇതാണ് ഇസ്തിആന. ഈ 3 ഇബാദാത്തുകളും ഇബാദാത്താണ് എന്നുള്ളതിനുള്ള തെളിവുകളാണ് ഈ പറഞ്ഞത്. ഇനി അടുത്തതായി മുസന്നിഫ് കൊണ്ടുവരുന്നത് ദലീലു ദബ്ഹി, ദബ്ഹിനുള്ളതായ, അറവിനുള്ളതായ, ബലികർമ്മത്തിനുള്ളതായ തെളിവ്. ദബ്ഹ് എന്ന് പറഞ്ഞാൽ ഇസ്ഹാഖുർ റൂഹി ബിഇറാഖത്തി ദമി അലാ വജ്ഹിൻ മഖ്സൂസിൻ, പ്രത്യേകമായ ഒരു രൂപത്തിൽ എന്ത് ചെയ്യുന്നു? രക്തം വാർക്കുന്നതിലൂടെ ഒരു മൃഗത്തിന്റെ റൂഹ് വേർപെടുത്തുക. ഇതിനാണ് എന്തെന്ന് പറയുക? ദബ്ഹ് എന്ന് പറയുന്നത്. പ്രത്യേകമായ ഒരു രൂപത്തിലൂടെ അതിന്റെ എന്ത് ചെയ്യണം? നാടി ഞരമ്പ് എന്ത് ചെയ്യണം? കണ്ട ഞരമ്പ് മുറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ്, അതിന് പഠിപ്പിക്കപ്പെട്ട ചില നിയമങ്ങളുണ്ട്. അങ്ങനെ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു മൃഗത്തെ അറുക്കുന്നതിനാണെന്ന് പറയുക ദബ്ഹ് എന്ന് പറയുക. ഇതൊരു ഇബാദത്താണ്. എന്താണ് ഇബാദത്താണെന്ന് പറയാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഖുൽ നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു, എൻ്റെ നമസ്കാരവും വനുസുക്കി, എൻ്റെ ബലികർമ്മവും. നുസുക്ക് എന്നുള്ളതിന് ബലികർമ്മം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതുപോലെ വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതെല്ലാം അള്ളാഹുവിനുള്ളതാണ്, ജീവിതവും മരണവുമെല്ലാം. ലാ ശരീക ലഹു, അവനെന്തില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും ബലികർമ്മം നടത്തിയാൽ അള്ളാഹു അവനെന്ത് ചെയ്യുന്നിരിക്കുന്നു? ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനാണ് ഈ പറയുന്ന ബലികർമ്മം എന്ത് ചെയ്യേണ്ടത്? നടത്തേണ്ടത്. അത് അള്ളാഹു അല്ലാത്തവർക്ക് നടത്തുന്നത് എന്താണ്? ശിർക്കായി മാറി. ഇപ്പോൾ ബലികർമ്മം 3 രീതിയിലുണ്ട്, അറവ് 3 രീതിയിലുണ്ട്. ഒന്ന് ഈ പറയുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതായ അറവാണ്, അതൊരു ഇബാദത്താണ്. ഏതുപോലെ? കൽ ഹദിയ വൽ ഉളുഹിയ്യത്തി വസ്സദഖത്ത്, ഹദിയ പോലെ. ഹദിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹജ്ജ് വേളയിൽ ചെയ്യുന്ന എന്താണ് അറവിനാണ് ഹദിയ എന്ന് പറയുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല, ഹജ്ജിന്റെ ഇടയിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളത് പാടില്ലായിരുന്നു. അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. ഹജ്ജിന്റെ സമയത്ത് ഹജ്ജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇസ്ലാം വന്നതിന് ശേഷം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകിയ ഒരു ഇളവാണ്, ഒരേ യാത്രയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഹജ്ജും ഉംറയും ഒരുമിച്ച് നിർവഹിക്കാം. ഹജ്ജ് 3 രീതിയിലാണ് നിർവഹിക്കുക. ഹജ്ജ് മാത്രം നിർവഹിക്കലുണ്ട്, ഹജ്ജും ഉംറയും ഒരുമിച്ച് ഖിറാൻ രൂപത്തിൽ നിർവഹിക്കലുണ്ട്. ഉംറ ആദ്യം നിർവഹിച്ചതിന് ശേഷം തൊട്ടുടനെ എന്ത് ചെയ്യുന്നു? ഹജ്ജ് ചെയ്യുന്നു തമത്തു ആയിട്ട്. ഇങ്ങനെ 3 രീതിയിൽ. അപ്പൊ ഈ ഖിറാനും തമത്തും, അതായത് ഹജ്ജും ഉംറയും ഒരുമിച്ച് വരുന്ന കർമ്മത്തിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഒരു ബലികർമ്മം നടത്തിയിരിക്കണം. അതിന് പറയുന്ന പേരാണ് എന്ത്? ഹദിയ് എന്നുള്ളത്. അപ്പൊ ഇത് അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ്. അതുപോലെ വൽ ഉളുഹിയ്യ, ഉളുഹിയ്യത്ത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. വലിയ പെരുന്നാൾ എന്ത് ചെയ്യുന്നു? നടത്തുന്ന ബലികർമ്മം. അതുപോലെ സ്വദഖാത്തി, സ്വദഖ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അഖീഖ പോലെ ആളുകൾക്ക് അറുത്തു കൊടുക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്നുള്ള നിലയിലാണ്. മറ്റൊരു ദബ്ഹുൽ ലിഗൈരില്ലാഹി മഹബ്ബത്തൻ വതഅദീമൻ, അള്ളാഹു അല്ലാത്തവർക്ക് അവരോട് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് താഴ്മയും വിനയവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് അർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഒരു കാലത്ത് വളരെ വ്യാപകമായിരുന്നു, സാഹചര്യങ്ങൾ വ്യാപകമായിരുന്ന ഒരു കാലത്ത് എന്ത് ചെയ്യും? എന്തെങ്കിലും രോഗമോ പ്രയാസങ്ങളോ വന്നാൽ അവർ പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? സുലൈമാൻ നബിയുടെ ഇന്ന ജിന്നിന് അറുത്തു കൊടുക്കുക, കോഴിയെ നേർച്ചയാക്കിയിട്ട് അറുത്തു കൊടുക്കുക. വളരെ വ്യാപകമായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കറിയില്ല, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു പല നാടുകളിലും. ഇപ്പോൾ പിന്നെയും മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കോഴിയെ നേർച്ചയാക്കാൻ അതിനെ ബലിയർപ്പിക്കുക, ഇത് ഷൈത്വാന് കൊടുക്കുന്ന ബലികർമ്മമാണ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? അവരുടെ പ്രീതി കരഗതമാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഷൈത്വാന്മാരെ പ്രീതിപ്പെടുത്തലാണ്. നമ്മുടെ നാടുകളിൽ എന്താണ് ഈ പല മതവിഭാഗങ്ങളും ഉണ്ടത്. എന്താണ് ഈ ചാത്തൻ സേവ? അതായത് അവരുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
ഓരോ വർഷം അവർ ചെയ്യും. അവരുടെ ഈ പറയുന്ന രീതിയിൽ കോഴിക്ക് എന്ത് ചെയ്യും, അടച്ചു മൂടിയിട്ട് അതിനെന്തോ ഒരു പ്രക്രിയ പേരുണ്ട്. രക്തസേവ എന്ന് മാത്രമല്ല, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക്, അതായത് ഈ നമ്മുടെ ശരീരത്തിലുള്ളതായ കരീനുണ്ടല്ലോ, കരീനിനെ തൃപ്തിപ്പെടുത്താൻ, ഷൈത്വാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ആരാധനാകർമ്മങ്ങളാണ്. അതിങ്ങോട്ടും എന്ത് ചെയ്താണ്, കടന്നു വന്നതാണ്. അപ്പോൾ ഷൈത്വാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അറവ് നടത്തുക, അവരുടെ പ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇത് ശിർക്കുൻ അക്ബറാണ്. മറ്റൊന്ന് അനുവദിക്കപ്പെട്ടതായ അറിവുണ്ട്. അതേതാണ്? കഷാത്തിൽ ലഹമി വ ഇക്റാമി ദൈഫി വ തിജാറ. ഒരാൾ ഒരാടിനെ അറുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യുന്നു, അറുക്കുന്നു. അല്ലെങ്കിൽ ഒരു അതിഥി വരുന്നു എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിഥി സൽക്കാരത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ അറുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മൃഗങ്ങളെ അറുത്ത് മാംസം വിറ്റ് കാശാക്കുന്നു. ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. ഇനി അടുത്ത ഇബാദത്ത് നദറുമായി ബന്ധപ്പെട്ടതാണ്. നദർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം നേർച്ച. അൽ അഹ്ദു വൽ ഇൽസാം. ഭാഷയിൽ അതിന് പറഞ്ഞ എന്താണ് അർത്ഥം? ഒരു കരാറ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഇൽസാം, നിർബന്ധമാക്കുക എന്നാണ് നദറിന്റെ ഭാഷാപരമായ അർത്ഥം. ശരീഅത്തിൽ ഈ നദർ, നേർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൽസാമുൽ മുകല്ലഫി നഫ്സഹു ബിശൈഇൻ ഗൈരി വാജിബിൻ അലൈഹി. ഒരു മുക്കല്ലഫായ മനുഷ്യൻ എന്ന് വെച്ചാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിം, അവൻ എന്ത് ചെയ്യുന്നു, അവന്റെ നഫ്സിന്റെ മേൽ നിർബന്ധമാക്കുകയാണ്. എന്ത് കാര്യമാണ് നിർബന്ധമാക്കുന്നത്? ബിഷൈഇൻ, ഒരു കാര്യം, ഗൈരി വാജിബിൻ അലൈഹി, അത് അവന്റെ മേൽ എന്തായിരുന്നില്ല, നിർബന്ധമായിരുന്നില്ല, ഐച്ഛികമായ സുന്നത്തായ മറ്റു കാര്യങ്ങളായിരുന്നു. അതവൻ എന്ത് പറയണു, ഞാൻ അടുത്ത വ്യാഴാഴ്ച നിർബന്ധമായി നോമ്പെടുക്കാൻ നേർച്ചയാക്കി എന്ന് പറയും. നേർച്ചയാക്കി എന്ന് പറയുന്നതിലൂടെ അതെന്തായി മാറി, നിർബന്ധമായി മാറി. അപ്പോൾ ഐച്ഛികമായ ഒരു കാര്യത്തെ സ്വന്തം നഫ്സിന്റെ മേൽ എന്ത് ചെയ്യുക, നിർബന്ധമാക്കുക. അങ്ങനെ നിർബന്ധമാക്കി എന്ന് പറയുന്നതിനാണ് എന്ത് പറയണത്, നേർച്ചയാക്കി എന്ന് പറയുന്നതിനാണ് നദർ എന്ന് പറയണത്. അപ്പൊ ഇത് ഒരു ഇബാദത്താണെന്ന് പറയാനുള്ള തെളിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അവർ, സത്യവിശ്വാസികൾ, അവർ നദർ പൂർത്തിയാക്കുന്നവരാണ്, നേർച്ചയെ പൂർത്തിയാക്കുന്നവരാണ്. അപ്പോൾ നേർച്ച പൂർത്തിയാക്കുക എന്നുള്ളത് നല്ലൊരു അമലാണ്. അതിനെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? ഒരു ഇബാദത്താണ്. വയഖാഫൂന യൗമൻ, അവരൊരു ദിവസത്തെ പേടിക്കുന്നവരുമാണ്. കാന ശർറുഹു മുസ്തതീറ, ആ ദിവസത്തിന്റെ നാശം അത് വളരെ വ്യാപകമായ നാശമായിരിക്കും. അപ്പോൾ നദറിനെ ഇവിടെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്തു, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു മൃഗത്തെ അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എന്നൊരാൾ വന്നിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു. ഫത്ഹിന്റെ സമയത്താണെന്ന് തോന്നുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അവിടെ ജാഹിലിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ആഘോഷങ്ങൾ നടന്നിരുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. അതാ എന്ത് ചെയ്തു, നീ നിന്റെ നേർച്ച പൂർത്തിയാക്കിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നേർച്ച പൂർത്തിയാക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അനുവദിക്കപ്പെട്ട നേർച്ചയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് പൂർത്തിയാക്കാവുന്നതാണ്. ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് കിതാബു തൗഹീദിലും മറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നേർച്ചകൾ ചെയ്യാം. ബുവാന എന്ന് പറഞ്ഞ ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്, കുഫാറുകൾ പഴയ കാലത്ത് ആഘോഷം നടത്തിയിരുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് പോയിട്ട് അള്ളാഹു ഇബാദത്തിൽ എന്താണ്, പാടില്ലാത്തതാണ്. അപ്പൊ കുഫാറുകളുടെ ആഘോഷങ്ങളിൽ പോയി പങ്കെടുക്കുക എന്നുള്ളതിന്റെ അവസ്ഥ എന്താണ്? കുഫാറുകൾ പണ്ടെങ്ങാനോ ആഘോഷങ്ങൾ നടത്തിയിരുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് അള്ളാഹു ഇബാദത്തിൽ നിന്നാണ് എന്ത് ചെയ്തത്, വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ ആഘോഷങ്ങൾ നേരിട്ട് പോയി പങ്കെടുക്കുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ അവരുടെ പ്രതിഷ്ഠകൾ നേരത്തെ ഉണ്ടായി, അപ്പോൾ ആ പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയിട്ട് ഒരാൾ അള്ളാഹു ഇബാദത്ത് ചെയ്യുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, പിന്നെ ആ പ്രതിഷ്ഠക്ക് എന്ത് ചെയ്യുന്നതാണ്, ഇബാദത്ത് ചെയ്യുന്നതാണ്, ആളുകൾ തെറ്റിദ്ധരിച്ചേക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഷിർക്കൻ, കുഫറൻ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ ആളുകൾ എന്താ വിചാരിക്കുക, ഇതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് കണിശമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇസ്ലാം അതുപോലുള്ള കാര്യങ്ങളെ നിന്ന് വിട്ടു നിൽക്കാൻ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അത് ബറാഅത്തിന്റെ, ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ്. അപ്പൊ ഇതിനാണ് നദർ എന്ന് പറയുന്നത്. നദർ, അള്ളാഹുവിനുള്ള നദറുണ്ട്, അതൊരു ഇബാദത്താണ്. അതേപോലെ അള്ളാഹു അല്ലാത്തവർക്കുള്ള നദർ എന്താണ്, അത് ശിർക്കായി മാറും. ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാ എന്താണ് ഈ പറഞ്ഞ ഇബാദാത്തുകൾ ഷാരിഹ് പറയാണ്, ദിക്റുൽ മുഅല്ലിഫി
ലിഹാദിഹിൽ ഇബാദാത്തി ലൈസ മിൻ ബാബിൽ ഹസുരി. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ പറഞ്ഞിരിക്കുന്ന ഇബാദാത്തുകൾ അത് ഹസുറിന്റെ അടിസ്ഥാനത്തിൽ, എന്താണെന്ന് പറഞ്ഞാൽ അത് പരിമിതമായി ഇത് മാത്രമേ ഇബാദത്തുള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തത് എണ്ണി പറഞ്ഞത്. പിന്നെയോ വലാകിൻ അലാ സബീലിൽ മിസാൽ, ചില ഉദാഹരണങ്ങൾ സമർപ്പിച്ചതാണ്. ഈ പറയുന്നതെല്ലാം എന്താണ്? ഇബാദാത്തുകളാണ്. ലിഅന്ന ഹുനാകൽ അദീദു മിനൽ ഇബാദാത്തി ലം തുദ്കർ, കാരണം ധാരാളം ഇബാദാത്തുകൾ ഉണ്ട്, ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, അത് പറയപ്പെട്ടിട്ടില്ല. വശാഹിദു അന്ന മൻ സ്വറഫ ഷൈഅൻ മിൻ ഹാദിഹിൽ ഇബാദാത്തി ഔ ഗൈരിഹാ ലിഗൈരില്ലാഹ് ഫഖദ് അശ്റക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ഇബാദാത്തുകളോ അതല്ലാത്ത ഏതെങ്കിലും ഒരു ഇബാദാത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ഒരാൾ സമർപ്പിച്ചാൽ അവൻ എന്ത് ചെയ്തു? ശിർക്ക് ചെയ്തു. അത് ശിർക്കാണ്. ഇതാണ് പ്രസക്തമായ കാര്യം. അത് പഠിപ്പിക്കാനാണ് എന്ത് ചെയ്തത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. മാത്രമല്ല, ഈ ഇബാദാത്തുകൾ പറയപ്പെട്ട ഇബാദാത്തുകളാണ് പൊതുവെ ധാരാളമായി വ്യാപകമായി ആളുകൾ അള്ളാഹു അല്ലാത്തതായ സൃഷ്ടികൾക്ക് എന്ത് ചെയ്യണത്? അർപ്പിക്കണത്. അതുകൊണ്ട് അത് ഇബാദാത്താണ് കേട്ടോ, പരിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞിരിക്കുന്ന ഇബാദാത്തുകളാണ് ഈ പറഞ്ഞവകൾ. അത് അർപ്പിക്കേണ്ടത് ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ് എന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഉണർത്താനുമാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ചില ഉദാഹരണങ്ങൾ എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ അസ്ല്, മാരിഫത്തുൽ അബ്ദി റബ്ബഹു. ഇനി രണ്ടാമത്തെ അസ്ല് അൽ അസ്ലു സാനി മാരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സമയം ബാങ്കുളിച്ചോ? ബാങ്കുടുത്തില്ല. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.